നമസ്കാരം. ഇന്ത്യക്കാർക്ക് മുഴുവനും വലിയൊരു ആശ്വാസം നൽകുന്ന വാർത്തയാണല്ലോ. ആദ്യത്തെ ഇന്ത്യൻ കപ്പൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് വഴി കടന്ന് കഴിഞ്ഞു. ഇനി അടുത്തൊരു കപ്പലും കൂടി വരുന്നു. ആദ്യത്തെ കപ്പലിൽ തന്നെ 40,000 മെട്രിക് ടൺ LPG ഗ്യാസും കൊണ്ടാണ് ഈ കപ്പൽ വരുന്നത്. അല്ലേ, നമ്മുടെ രാജ്യം വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു കപ്പൽ LPG ഗ്യാസും കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആശ്വാസം തന്നെയാണ്. നമുക്കറിയാം, ലോകത്തുള്ള എസ്പെഷ്യലി പാശ്ചാത്യ രാജ്യങ്ങൾക്കോ അമേരിക്കയ്ക്കോ ഇസ്രയേലിൻ്റെ കപ്പലുകൾ ഒന്നും തന്നെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് കൂടെ ഇറാൻ കടത്തിവിടാത്ത സമയത്ത്, കടത്തിവിടുന്നില്ല എന്ന് മാത്രമല്ല, കടക്കാൻ ശ്രമിക്കുന്ന ഷിപ്പുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ നടത്തുന്ന സമയത്താണ് ഇറാൻ ഇന്ത്യയുടെ ഈ കപ്പലുകൾക്ക് അനുമതി നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയും ഇറാനും തമ്മിൽ ഇത്രയും ദൃഢമായിട്ടുള്ള ഒരു ബന്ധം? നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. I am reporting from the line that separates the SDF. I'm here at an open gate. They say they are here to fight for it. The cross-border shellings may have stopped, but this is a triangular spot which connects Israel, Lebanon and Syria. I'm standing in front of one of the Bamiyan. ഏത് ഭരണകൂടം മാറി വന്നാലും, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഇനി നാളെ മറ്റൊരു ഗവൺമെൻറ് ആണെങ്കിൽ പോലും ഇന്ത്യയും ഇറാനും എപ്പോഴും നമ്മൾ നല്ല ദോസ്തുക്കളാണ്, അല്ലേ? നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളിൽ എന്തുകൊണ്ടാണ് ഇറാൻ ഇത്രയും പ്രാധാന്യം എന്ന് നോക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ജോഗ്രഫി പരിശോധിക്കാം. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിനപ്പുറത്ത് പേർഷ്യൻ ഗൾഫിനോട് ചേർന്ന് കിടക്കുന്ന വലിയൊരു രാജ്യമാണല്ലോ ഇറാൻ. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എനർജിയും ഗ്യാസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അപ്പോൾ ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇറാൻ. പിന്നെ അതുപോലെ തന്നെ ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് കടലെടുക്ക്, ഇപ്പോൾ വാർത്തയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ആണല്ലോ. ആ പേരറിയാത്ത കൊച്ചുകുട്ടികൾ പോലും ഇല്ല എന്ന് തോന്നുന്നു. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് കടലെടുക്കിനോട് ചേർന്നാണ് ഇറാനിന് പൂർണ്ണമായും അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. എത്രത്തോളം ഈ ലോകത്തിലുള്ള ഈ എനർജി ഫ്ലോയിനെ അല്ലെങ്കിൽ ഊർജ്ജത്തിനെ കൺട്രോൾ ചെയ്യാൻ ഇറാന് സാധിക്കുമെന്ന് നാം ഇപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിനോട് ചേർന്ന് കിടക്കുന്ന ഇറാൻ തീർച്ചയായും ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിന്, ഇത്രയധികം എനർജി ഊർജ്ജം ആവശ്യമുള്ള ഒരു രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യക്ക് ഒരു സ്ട്രാറ്റജിക് ബൈപ്പാസ് എന്ന് പറയാം, അങ്ങനെയുള്ള ഒരു റൂട്ടാണ് ഇറാൻ, ഒരു ഓപ്പണിംഗ് ആണ് നമുക്ക് ഇറാൻ. കാരണം അഫ്ഗാനിസ്ഥാനിലേക്കും അല്ലെങ്കിൽ അതുപോലെ അവിടെ നിന്ന് മധ്യേഷ്യയിലേക്കും, മധ്യേഷ്യയിൽ നിന്ന് സെൻട്രൽ യൂറോപ്പിലേക്കൊക്കെ നമുക്കുള്ളൊരു നല്ലൊരു കോറിഡോറാണ് നമുക്ക് ഇറാൻ തുറന്നു തരുന്നത്. കാരണം പാകിസ്ഥാനുമായി നമുക്കൊരു ലാൻഡ് കോറിഡോർ, അങ്ങനെ നമുക്കൊരു ആക്സസ് ഇല്ല ഇന്ത്യക്ക്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ ഈ ചബഹാർ പോർട്ടിൽ തന്നെ നമ്മൾ ഇത്ര വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. അതിൻ്റെ കാരണം തന്നെ ഇതാണ്. കടൽ വഴി ചരക്കുകൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറാനിൽ നിന്ന് ഈ മധ്യേഷ്യയിലെ ഈ കസാഖിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്ന രാജ്യങ്ങൾ വഴി നമുക്ക് പിന്നെ ഉള്ള കണക്ഷൻ റഷ്യയിലേക്കാണ്. റഷ്യയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായി പിന്നെ സെൻട്രൽ യൂറോപ്പിലേക്കുള്ള മാർക്കറ്റ് തുറക്കുകയാണ്. അപ്പോൾ അതാണ് ആ ഒരു ഈ നോർത്ത് സൗത്ത് ലാൻഡ് കോറിഡോർ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് 40% സമയം തന്നെ കുറവാണ് നമുക്ക് ഇങ്ങനെ ഒരു കോറിഡോർ കൂടി ഈ ട്രേഡിംഗ് നടത്താനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ലാൻഡ് കോറിഡോർ ഇറാനാണ് നമ്മുടെ ആ സ്ട്രാറ്റജിക് ലിങ്ക്, ഒരു ബൈപ്പാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇന്ത്യയുടെ പുതിയ പുതിയ വിപണികൾ യൂറോപ്പിലൊക്കെ തുറക്കാൻ വേണ്ടി നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇറാൻ. ഇനി നമുക്ക് കുറച്ച് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ, നാം കുറച്ചുകൂടി സോവിയറ്റ് യൂണിയനുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ. അന്ന് അമേരിക്കയുമായിട്ടുള്ള വലിയ സഖ്യമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഇന്നത്തെ പോലെ ശത്രുതയൊന്നും അന്നില്ല. ഷാ ഓഫ് ഇറാനാണ് ഭരിക്കുന്നത്. അന്ന് നമ്മൾ ചേരിചേരാ നയം ആണ് ഇന്ത്യ പിന്തുടർന്നത്. അപ്പോൾ അതുകൊണ്ട് സോവിയറ്റ് യൂണിയനുമായോ അടുത്ത ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇറാനുമായി നല്ലൊരു സൗഹൃദ ബന്ധം നിലനിർത്താനായി ഇന്ത്യ എപ്പോഴും ശ്രമിച്ചിരുന്നു. പിന്നീട് 1979 ഈ ഇറാനിയൻ ഇസ്ലാമിക് റെവല്യൂഷൻ നടന്നതിന് ശേഷം അയത്തുള്ള അലി ഖമേനി വരികയും അദ്ദേഹത്തിൻ്റെ കീഴിൽ വലിയ തോതിൽ ഒരു ആൻറ്റൈ അമേരിക്ക പോളിസി അല്ലെങ്കിൽ ഒരു ആൻറ്റൈ അമേരിക്കയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു രാജ്യമായി നിൽക്കുന്ന രാജ്യമായി ഇറാൻ മാറുകയും ചെയ്തല്ലോ. അതോടുകൂടി ഈ എല്ലാ വിദേശ രാജ്യങ്ങളും ഇറാനെ വളരെ വലിയ ശത്രുവായി പ്രഖ്യാപിക്കുകയും ഇറാനെതിരെ തിരികുകയും ചെയ്ത സമയത്ത് ഇന്ത്യ അന്നും നയതന്ത്രപരമായി നമ്മൾ വളരെ ഒരു ബാലൻസിങ് ആക്റ്റാണ് ചെയ്തത്. ഇന്ത്യയുടെ ഫോറിൻ പോളിസി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബാലൻസിങ് ആക്റ്റാണ്.
ഒരു ചേരിചേരാ നയം എന്നുള്ള നോൺ അലൈൻമെൻറ്റ് പോളിസി എന്ന് പറയുമല്ലോ. അപ്പോഴും ഈ വിദേശ രാജ്യങ്ങളൊക്കെ തിരിഞ്ഞെങ്കിൽ പോലും ഇന്ത്യ ഇറാനുമായി അന്നും നല്ല ബന്ധം സ്ഥാപിക്കാൻ തന്നെ ശ്രമിച്ചു. നമ്മൾ അങ്ങനെ ഒരു നല്ല ബന്ധം തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. 1990 നരസിംഹറാവു പ്രധാനമന്ത്രിയായി ഇരിക്കുന്ന സമയത്താണ് ഇന്ത്യ നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ നാം വല്ലാതെ വ്യാപിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം 90-ലാണ് സോവിയറ്റ് യൂണിയൻ പിളരുന്നു, പുതിയ പുതിയ രാജ്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ലോകക്രമം തന്നെ ഒന്ന് മാറിയിരിക്കുന്ന ആ ഒരു സമയത്താണ് ഇന്ത്യ നമ്മുടെ ഒരു ഡിപ്ലോമാറ്റിക് ഔട്ട്റീച്ച് എന്ന് പറയുന്ന നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ മധ്യേഷ്യയിലേക്കും പശ്ചിമേഷ്യയിലേക്കെല്ലാം വ്യാപിപ്പിക്കുകയും ശക്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ 1994 ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണെന്ന് നാം ഓർക്കണം. ഇപ്പോഴും ഇന്ത്യ വളരെ സ്നേഹത്തോടുകൂടിയും നന്ദിയോടുകൂടിയും ഒക്കെ ഓർക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും കൂടി ചേർന്ന് ഇന്ത്യക്കെതിരെ കശ്മീരിനെ ചൊല്ലി ഒരു റെസല്യൂഷൻ ഇറക്കുമ്പോൾ ഇറാൻ ഇന്ത്യയുടെ കൂടെയാണ് അന്ന് നിന്നത്. അത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു ഡിപ്ലോമാറ്റിക് സ്ട്രെങ്ത് ആയിരുന്നു. ഇറാനുമായി ഇത്രയും നല്ലൊരു ബന്ധം നിലനിർത്തി പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ ഇറാൻ തയ്യാറാകുന്നത്. അപ്പോൾ ആ സമയത്ത് 2001-ലും 2003-ലുമെല്ലാം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇറാനുമായി ദൃഢപ്പെടുത്തുവാനായി നമ്മൾ ചില കരാറുകളൊക്കെ ഒപ്പിട്ടിട്ടുണ്ട്. തെഹ്റാൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ 2001-ൽ, അതുപോലെ ന്യൂഡൽഹി ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ 2003-ൽ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബന്ധങ്ങളെ ഒരു സ്ട്രാറ്റജിക് ലെവലിലേക്ക് ഉയർത്തുകയാണ് ഇന്ത്യ ചെയ്തിട്ടുള്ളത്. പിന്നീട് ആ സമയങ്ങളിൽ ഇന്ത്യ വലിയ തോതിൽ ഇറാനിൽ നിന്ന് എണ്ണയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏതാണ്ട് 2008-2009 സമയത്തൊക്കെ ഒരു 20-25% ഇന്ത്യ എണ്ണ വാങ്ങിച്ചിരുന്നത് ഇറാനിൽ നിന്നാണ്. പിന്നീട് അത് 2012-ൽ ഈ വിദേശ രാജ്യങ്ങളും അമേരിക്കയും എല്ലാം ചേർന്ന് വലിയ തോതിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴാണ് ഇന്ത്യ ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുന്നത്. പിന്നീട് 2019-ൽ ഡൊണാൾഡ് ട്രംപ് വലിയ തോതിലുള്ള ഈ ഉപരോധങ്ങൾ കടുപ്പിക്കുകയും വലിയ സാങ്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഇന്ത്യ പൂർണ്ണമായും എണ്ണ വാങ്ങിക്കുന്നത് നിർത്തിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഈ വ്യാപാരങ്ങളും അല്ലെങ്കിൽ അതുപോലത്തെ കരാറുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ ആ ചബഹാർ പോർട്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ നടത്തിയല്ലോ. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഇത്ര വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് ഈ നോർത്ത് സൗത്ത് ലാൻഡ് കോറിഡോർ മധ്യേഷ്യയിലേക്കും പിന്നെ അവിടെ നിന്ന് കണക്ട് ചെയ്ത് റഷ്യ വഴി സെൻട്രൽ യൂറോപ്പിലേക്കൊക്കെയുള്ള നമുക്കൊരു ഓപ്പൺ ചെയ്യുന്ന കോറിഡോറാണ് ഈ ചബഹാർ പോർട്ട്. അപ്പോൾ അത് നമുക്ക് വളരെയധികം പ്രാധാന്യപ്പെട്ടതാണ്. ഇപ്പോൾ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ വന്നോ, മാറിയോ, ഇന്ത്യയുടെ സ്റ്റാൻഡ് മാറിയോ എന്നൊക്കെ നമ്മൾ പലരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം ഒന്ന് തീർച്ചയായും ഈ ഫെബ്രുവരി 28-ന് ഇറാനിനെ ആക്രമിക്കാൻ തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇസ്രായേലിൽ ചെല്ലുകയും അവിടുത്തെ നെസറ്റിൽ പ്രസംഗിക്കുകയും ഇറാൻ ഇന്ത്യയുടെ ഫാദർലാൻഡാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തത്. പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിലിൽ ബഹ്റൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഈ ആക്രമണങ്ങളെ വിമർശിച്ചുകൊണ്ട് ആ ഒരു ഇതിലും ഇന്ത്യ ബഹ്റൈനിൻ്റെ സ്പോൺസറായി ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇന്ത്യ ഇറാനിന് എതിരെ എടുത്തൊരു നടപടിയാണ് ഇപ്പോൾ ഈ UN കൗൺസിൽ വോട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ആ പ്രധാനമന്ത്രി ആ ക്രിട്ടിക്കൽ സമയത്തായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ സന്ദർശനമുണ്ടായത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ ഇറാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം മാറുകയാണോ, ഉലയുകയാണോ എന്നൊക്കെയുള്ളൊരു ചോദ്യം വരുന്നു. പക്ഷേ നെഹ്റു മുതൽ മോദി വരെ ഇനി നാളെ ആര് വന്നാൽ പോലും ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഈ നയതന്ത്ര ബന്ധം എന്ന് പറയുന്നത് നമ്മളുടെ എനർജി സെക്യൂരിറ്റി, ഓയിലും ഗ്യാസൊക്കെ ഉൽപ്പാദിക്കുന്ന ഒരു രാജ്യമാണ്. പിന്നെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു കടലെടുക്ക് ഇറാനിന് കൺട്രോൾ ചെയ്യാൻ തരുന്ന രീതിയിൽ ഇറാനിൻ്റെ അടുത്താണ് കിടക്കുന്നത്. പിന്നെ ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മറ്റൊരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് ഔട്ട്റീച്ച് എന്ന് പറയുന്നത് ഈ വെസ്റ്റ് ഏഷ്യ രാജ്യങ്ങളുമായി, ഗൾഫ് രാജ്യങ്ങളുമായി നല്ല ദൃഢമായിട്ടുള്ള ബന്ധം ഇന്ത്യ പുലർത്തുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത് ഇന്ത്യയുടെ ഇൻട്രസ്റ്റിന് നല്ലതല്ല. ഒന്ന് തീർച്ചയായും ഈ എനർജി സെക്യൂരിറ്റി, നമ്മൾ ധാരാളം നമ്മുടെ ഗ്യാസ് ആയാലും അല്ലാത്ത ക്രൂഡൊക്കെ നമ്മൾ വാങ്ങുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ആണ്. ഇപ്പോൾ ഓയിലിൻ്റെ വില കൂടുന്നു, നമ്മുടെ മാർക്കറ്റിനെ മുഴുവൻ അത് പിടിച്ചുലയ്ക്കുന്നു. ഇന്ത്യയുടെ ഡൊമസ്റ്റിക് സെക്ടറിൽ മാത്രമല്ല നമ്മുടെ പ്രൊഡക്ഷനെയും എല്ലാം വലിയ തോതിൽ ബാധിക്കാൻ സാധിക്കും. കാരണം ഇന്ത്യയുടെ വലിയൊരു നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ എനർജിക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളെയാണ്.
അത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ പോലെ തന്നെ ലക്ഷക്കണക്കിന് പ്രവാസികൾ, ഇന്ത്യക്കാർ ജീവിക്കുന്ന പ്രവാസികളായി ജീവിക്കുന്ന സ്ഥലമാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ. അപ്പോൾ അവിടെ ഇപ്പോൾ നാം കാണുന്ന തരത്തിലുള്ള ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അല്ലേ, ഇങ്ങനെ യുദ്ധം ഉണ്ടാവുകയും ഇങ്ങനെ വലിയ തോതിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുകയും ഒക്കെ നമുക്ക് ഇന്ത്യക്കാർക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടേണ്ട അവസ്ഥയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്കോണമിയെ വലിയ തോതിൽ പിടിച്ചു കുലുക്കുന്ന ഒന്നാണ്. അത് ഇറ്റ്സ് നോട്ട് ഇൻ ഇന്ത്യാസ് ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ഇറാനുമായുള്ള ഈ ഗൾഫ് രാജ്യങ്ങളോ അല്ലെങ്കിൽ ഇസ്രായേലും ഒക്കെ ആയിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടാകുന്നത് ഇന്ത്യക്ക് നല്ലതല്ല. അതേസമയം ഇസ്രായേലുമായി കാലങ്ങളായി വളരെ നല്ല ശക്തമായിട്ടുള്ള ഡിഫൻസ് പാർട്ട്ണർഷിപ്പും അല്ലാത്ത ബന്ധങ്ങൾ നിലനിർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. ഇറാനുമായിട്ടുള്ള ബന്ധം ഇന്ത്യക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഇറാൻ. ആ ഒരു ബന്ധം ഉലച്ചു കളയാൻ ഏത് ഗവൺമെൻറ് ആണെങ്കിലും അതിന് സമ്മതിക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള നയങ്ങൾ നയതന്ത്രപരമായി ഇന്ത്യ ഒരിക്കലും സ്വീകരിക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് അഞ്ജന ശങ്കർ. നിങ്ങൾക്ക് ഇന്ത്യ ഇറാൻ ബന്ധത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് കൂടാതെ ഏതെങ്കിലും പോയിന്റുകൾ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കൂ. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.